നമ്മൾ എപ്സന്റെ പാർട്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മളിപ്പോൾ വീട്ടിലെത്തി ഒന്നാണത് ക്ലച്ചിൻ്റെ കേബിൾ വന്നത് 213 രൂപയാണ് ക്ലച്ചിൻ്റെ കേബിൾ ഒന്നാണ്. അതുപോലെ ആക്സിഡൻ്റെ കേബിൾ ഹാൻഡിലാട്ടോ നോക്കണം. തൃശ്ശൂരുള്ള KSRTC. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡിലാട്ടോ നോക്കണം. തൃശ്ശൂരുള്ള KSRTC അവിടെയുള്ള ഒരു സ്പെയർ പാർട്സ് കടയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ പാർട്സ് മേടിക്കാനായിട്ട് വന്നേക്കണം കേട്ടോ. അപ്പോൾ പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ മേടിച്ചെന്നുള്ളത്. നമ്മൾ എപ്സന്റെ പാർട്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇതായിരിക്കണ ബാഗിലാണ് നമ്മുടെ പാർട്സ് ഒക്കെ ഇരിക്കണം. ഒരുവിധം കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളിനി ഫുള്ള് എൻജിൻ ഒക്കെ അഴിച്ചിട്ട് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ള പിന്നാണ് നമ്മൾ നോക്കുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം പാർട്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർട്സ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടാ. എന്തൊക്കെ മേടിച്ചു എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ ഇതേട്ടാ, അപ്പോൾ ഈ ബാഗിലാണ് നമ്മൾ സാധനങ്ങൾക്ക് മേടിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് സാധനങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടാ. നമ്മൾ കേബിൾസും മിറേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്താടല്ലോ. അപ്പോൾ നമുക്ക് തുറന്ന് കാണിച്ചു തരാം എന്തൊക്കെ നമ്മൾ മേടിച്ചു കാര്യങ്ങളൊക്കെ. ഇത് ഒന്നുമില്ല കേട്ടോ, ഇത് നമ്മുടെ ഓക്കെ. ആദ്യം ഇത് ആക്സിലേറ്റർ കേബിളാണ് മേടിച്ചത്. 2 എണ്ണം വരണ മോഡൽ ആക്സിലേറ്റർ കേബിളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം, ഇതും ആക്സിലേറ്റർ കേബിൾ. ഇത് നമ്മുടെ എപ്സന്റെ 2 വരുന്ന ടൈപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 ടൈപ്പ് പറഞ്ഞാൽ 2 കേബിൾ ഇരിക്കുന്നത് ആക്സിലേറ്ററിൻ്റെ. പിന്നെ അടുത്തത് ക്ലച്ചിൻ്റെ കേബിൾ കേട്ടോ. ഇതാട്ടോ, ഇത് നമ്മുടെ ക്ലച്ചിൻ്റെ കേബിള്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളിന് വന്ന റേറ്റ്, ഇത് ഫുള്ള് ജെനുവിൻ പാർട്സിനാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടാകുന്നത്. ഇതിന് വന്നാണത് ക്ലച്ചിൻ്റെ കേബിൾ വന്നത് 213 രൂപയാണ് ക്ലച്ചിൻ്റെ കേബിൾ വന്നതാണ്. അതുപോലെ ആക്സിലേറ്ററിൻ്റെ കേബിൾ വന്നാണത് ഒരെണ്ണത്തിന് 160. ഇത് എത്ര ഇടാം? ഇതിന് 290 280 ഇതിന് വന്നതാണോ ആക്സിലേറ്റർ കേബിളിൻ്റെ റേറ്റുകൾ. അതുപോലെ ക്ലച്ച് കേബിൾ. പിന്നെ വരുന്ന നമ്മളിത് 2 ഗ്രിപ്പ് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടില്ല, അവിടെ പറഞ്ഞ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കടകളൊക്കെ അടച്ചിട്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം മേടിച്ചോളൂ നമ്മൾ. ഇത് ആക്സിലേറ്റർ കേബിളിൻ്റെ അവിടെ തന്നെ ഗ്രിപ്പല്ലടോ, ആക്സിലേറ്റർ കേബിളിൻ്റെ അവിടെ തന്നെ ഗ്രിപ്പാട്ടത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 55 ഇതിൻ്റെ റേറ്റ് വരണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഫോർക്കിൻ്റെ സീലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഒരെണ്ണം നമ്മുടെ സീല് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു സീല് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 320 രൂപയാണ് ഈ ഫോർക്കിൻ്റെ സീലിന് ഒന്നാണ് റേറ്റ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫോർക്ക് ഓയിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 151 രൂപയാണ് ഇതിൻ്റെ ഫോർക്കിൻ്റെ ഓയിലിന് വരണത്. ഇതിൻ്റെ ബാക്കിയുള്ളതാണ് അതിൻ്റെ. പിന്നെ വേറെ എന്താ വെച്ചാൽ നമ്മൾ സൈലൻസറിൻ്റെ കവർ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ബ്ലാക്ക് സാധനവും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ആ 2 സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ബാക്കിൽ നമ്മുടെ സൈലൻസറിൻ്റെ അവിടെ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ആ പോർഷൻ്റെ അവിടുത്തെ ഒരു കവറാണ്. ആ സൈലൻസറിന് ഒരു മൂട് പോലത്തെ ഒരു കവറിൽ ആ സാധനമാണ് എത്തിട്ടോ. ബ്ലാക്ക് തന്നെ മേടിച്ചാണത്. ഇനി ഇത് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എത്ര വന്നാൽ 310 ഉണ്ടല്ലോ, 310 ആണ് കേട്ടോ ഈ ഒരു പോർഷൻ വന്നാണത് സൈലൻസറിൻ്റെ. പിന്നെ അതുപോലെ തന്നെ സൈലൻസറിൻ്റെ മുകളിലത്തെ ആ കവറാട്ടത്. ഇതിന് എത്ര 310 റേഞ്ചാണ് ഇതിനും വന്നേക്കണത്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പെയിൻറ്റിങ് ഉള്ളതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ബ്ലാക്ക് അല്ല, ഇതിന് വേറെ പെയിൻറ്റ് വരും. പിന്നെ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിറേഴ്സ് മേടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 NSൻ്റെ മിറേഴ്സാണ് മേടിച്ചാണ്. ഒരെണ്ണത്തിന് 200 രൂപയാണ്. അപ്പോൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 400 രൂപ മിറേഴ്സിന്. അപ്പോൾ കേട്ടോ 2 മിറേഴ്സ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മളിപ്പോൾ പാർട്സിൻ്റെ ഒരു സംഭവത്തിൽ നമ്മൾ മേടിച്ചേക്കണത് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ വണ്ടി അഴിച്ചിട്ട് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം, ഇനി എന്തൊക്കെ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അറിയുള്ളൂ എന്തൊക്കെ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ കുറച്ച് പാർട്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം എല്ലാം കൂടി ഒരു 2160 ആണെന്ന് വന്നേക്കണത് കേട്ടോ. ഇതെല്ലാത്തിൻ്റെയും എമൗണ്ട് വന്നത്. ഇപ്പോൾ ഇത്ര സാധനം മേടിച്ചതിൻ്റെ എമൗണ്ടാണ്
2260. ഇനി നമ്മൾ മേടിക്കാൻ കിടക്കുന്നുണ്ട്. അത് നമ്മൾ വണ്ടി ഞാൻ പറഞ്ഞല്ലോ, വണ്ടി അഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമ്മുടെ എപ്സണിൻ്റെ റീസ്റ്റോറേഷൻ്റെ വീഡിയോസായിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം പാർട്സ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അതൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.